തന്നെ അറിയാമെന്ന് ഞാൻ വിചാരിക്കും. കാര്യം എന്ന് വെച്ചാൽ 4 ലക്ഷം രൂപയ്ക്ക് ഒരു സുരക്ഷിതമായിട്ടുള്ള എല്ലാ സൗകര്യം വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യമാണ്. കാര്യം സന്തോഷനും അറിയാം, നമുക്ക് നാട്ടിലുള്ള മിക്കവാറും ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിൽ എല്ലാവർക്കും നമസ്കാരം. ബാലിയൻ്റെ ചാനലിൻ്റെ സ്ഥാനാർത്ഥികളൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കൂട്ടിക്ക പഞ്ചായത്തിലെ 6ാം വാർഡായ കൊടുങ്ങാ വാർഡിലെ NDAയുടെ സ്ഥാനാർത്ഥി ദിനേശ് PGക്കൊപ്പമാണ്. നമുക്ക് ഇന്നത്തെ ഇത് പ്രോഗ്രാമിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ? ചോദ്യം കണ്ടു. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് തന്നെ നേരിട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ലൈഫ് ഭവന പദ്ധതിയിൽ 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇല്ല എന്നാണ് താങ്കളുടെ ആൻസറെങ്കിൽ, ഉത്തരവെങ്കിൽ താങ്കൾ വിജയിച്ചാൽ ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. അതിൽ നമുക്ക് ആ ചോദ്യത്തിൽ തന്നെ നമുക്ക് ഉത്തരവും താങ്കൾക്ക് തന്നെ അറിയാമെന്ന് ഞാൻ വിചാരിക്കും. കാര്യം എന്ന് വെച്ചാൽ 4 ലക്ഷം രൂപയ്ക്ക് ഒരു സുരക്ഷിതമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൂടി ഒരു വീട് പണിയാൻ ഒരിക്കലും സാധിക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പോകുന്ന വഴിക്ക് വേളാങ്കണ്ണിപ്പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു വെയിറ്റിംഗ് ഷെഡ് പണിതിട്ടുണ്ട്. ആ വെയിറ്റിംഗ് ഷെഡ് പണിതിരിക്കുന്നത് 4 ലക്ഷം രൂപയ്ക്ക്. ഒരു മേൽക്കൂരയും ഇരിപ്പിടവും എല്ലാം ആയിട്ട് സംവിധാനത്തിൽ 4 ലക്ഷം രൂപയ്ക്കാണെന്ന് അറിയുന്നു. അതിൻ്റെ എത്ര വരവ് ചെലവ് കണക്കൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. എങ്കിൽ പോലും അറിയാൻ സാധിച്ചത് 4 ലക്ഷം രൂപയ്ക്ക് പണിത് ഒരു വെയിറ്റിംഗ് ഷെഡാണെന്ന് പറയും. അപ്പം ഒരിക്കലും ഒരു വീട് 4 ലക്ഷം രൂപയ്ക്ക് പണി പൂർത്തിയാക്കിയല്ല. 4 ലക്ഷം രൂപ ലഭിച്ചാൽ അതിൻ്റെ കൂടെ ആ വീട് ലഭിക്കുന്ന ആൾ വായ്പ മേടിച്ചും അല്ലെങ്കിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ പണയം വെച്ചും വിറ്റും അങ്ങനെ ഒരു വീട് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽപ്പെടുത്തി നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന തുക ഉയർത്തണം എന്നുള്ളൊരു നിവേദനം നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പൂർത്തിയായില്ല. അതുകൊണ്ട് പദ്ധതിയിൽ ഫണ്ട് കൂടുതൽ വകയിരുത്തണം. സാധാരണക്കാരന് വീട് പണിയുന്ന രീതിയിൽ ഒരു 500 സ്ക്വയർ ഫീറ്റിന് മേളിൽ എന്തായാലും ഒരു വീട് വേണം നമുക്ക്. അപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇപ്പം താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ എൻ്റെ വീട് സുരക്ഷിതമല്ലാത്ത വീടായിരുന്നു. എനിക്ക് സേവാഭാരതി തന്നൊരു വീട്ടിലാണ് ഞാനിപ്പോൾ. ഞാൻ ഏകദേശം 600 സ്ക്വയർ ഫീറ്റ് ആ വീട് ഉണ്ട്. അപ്പോൾ അത് പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 12 ലക്ഷത്തോളം രൂപ അവർക്ക് മുടക്കായിട്ട്. അപ്പം നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് നമുക്ക് ആ വീട്ടിലെ കാര്യം കഴിയും. ഒരു വീട് പണിയണമെങ്കിൽ 8 ലക്ഷം രൂപയെങ്കിലും സാധാരണക്കാരൻ ഉണ്ടാക്കേണ്ട. തീർച്ചയായിട്ടും 4 ലക്ഷം കൊണ്ട് ഒന്നും ആദ്യം. അതായത് ഞാൻ പറഞ്ഞ എല്ലാ സൗകര്യവും, വയറിങ്, പെയിന്റിങ്, പ്ലംബിങ്, അങ്ങനെ ചെറിയൊരു വീടിന് വേണ്ടി എന്തായാലും ഒരു 12 ലക്ഷം രൂപ അടുത്ത് 10 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞ അത്രയാവും. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് ഈ ഫണ്ട് ഉയർത്തണം. ആവാസ് യോജന പദ്ധതിപ്പെടുത്തി തുക കൂട്ടണം എന്ന് നമുക്ക് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവരെ നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ കേന്ദ്രമന്ത്രിയുണ്ട്, ജോർജ് കുര്യൻ സാറുണ്ട്. അതോടൊപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള PC ജോർജ് സാറിൻ്റെ മകൻ ഷോൺ ജോർജ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ കേന്ദ്രവുമായിട്ട് അതുപോലെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ ഈ വിവരങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് എൻ്റെ ആത്മവിശ്വാസം. അതാണ്. വളരെ നന്ദി. നമ്മൾ നല്ലൊരു ആദ്യത്തെ ചോദ്യത്തിന്റെ മറുപടി കിട്ടിയിരിക്കുകയാണ്. നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. താങ്കൾ വിജയിച്ചാൽ ഈ പഞ്ചായത്തിലെ കാർഷിക മേഖല, പ്രത്യേകിച്ച് റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിനായിട്ട് എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു? നമ്മൾ ഒരു കാർഷിക മേഖല സാധാരണക്കാരന്റെ വിഷയങ്ങൾ ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ, അതായത് കൂട്ടിക്കൽ പഞ്ചായത്തോ അതിന്റെ പരിസരങ്ങളിലുള്ള പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് റബ്ബർ കൃഷിയും റബ്ബർ കർഷകരും ഒക്കെ ആയതുകൊണ്ട് അവർക്ക് സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ വ്യാപാര മേഖലയിൽ നമ്മുടെ ഈ പറയുന്ന കച്ചവടക്കാർക്ക് ടൗണിലെല്ലാം ഒരു ഉന്നമനവും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജനം ഇവിടെ ഇറങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. അതില്ല എങ്കിൽ ഇതിന് നമ്മുടെ ഈ റബ്ബറിന്റെ വില തീരെ കുറവാണെങ്കിൽ അതിൻ്റെതായ വ്യത്യാസം നമ്മുടെ ടൗണിൽ കാണാനുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കാരണം. തീർച്ചയായിട്ടും ആ ചോദ്യം വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യമാണ്. കാര്യം സന്തോഷനും അറിയാം, നമുക്ക് നാട്ടിലുള്ള മിക്കവാറും ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി ആരംഭിച്ച ഒരു മേഖലയാണ് നമ്മുടെ മുണ്ടക്കയം ഏന്തയാർ മേഖല. ഇന്ത്യയിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി നമ്മൾ തുടങ്ങി വെച്ച ഒരു മേഖലയാണ് ഏന്തയാർ. അത് കൊണ്ടുവന്നത് നമ്മുടെ JJ മർഫി സായിപ്പ് ആണ്. അദ്ദേഹം ഈ കൊടുങ്ങാ അടക്കം, വെല്ലിന്ത അടക്കം, ഏന്തയാർ അടക്കമുള്ള മേഖലകളിലെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പം അദ്ദേഹമാണ് ഇവിടെ റബ്ബർ കൃഷി കൊണ്ടുവന്നത്. അപ്പം ആ ഒരു കാരണം കൊണ്ട് തന്നെ റബ്ബർ കൃഷി, റബ്ബർ മേഖലയിലെ വ്യക്തമായിട്ടുള്ള ഈ പറഞ്ഞ വിലക്കുറവും കാര്യങ്ങളും അതിന്റെ വിപുലീകരണത്തിനും വേണ്ടി ഈ ഒരു കാരണം മാത്രം ബോധിപ്പിച്ചുകൊണ്ട് നമുക്ക് ബന്ധപ്പെട്ട അധികാരികളെ ബോധിപ്പിക്കാൻ സാധിക്കും. കാര്യം എന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി തുടങ്ങിയ മേഖലയാണ്. റബ്ബർ മേഖലയെ പിടിച്ചു നിർത്തണം, കൃത്യമായിട്ടുള്ള ഒരു അതിനൊരു മാർഗരേഖ തയ്യാറാക്കാൻ വേണ്ടി ചെയ്യണം എന്നുള്ളൊരു അപേക്ഷ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് മുൻഗണനാ ക്രമത്തിൽ പെടുത്താനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യം റബ്ബർ കൃഷി തുടങ്ങിയ മേഖലയല്ലേ, പ്രത്യേക പരിഗണനയിൽ എടുത്തുകൊണ്ട് റബ്ബറിന് കൃത്യമായിട്ടുള്ളൊരു താങ്ങുവില പ്രഖ്യാപിക്കണം എന്നൊക്കെ നമുക്ക് കേന്ദ്ര സർക്കാരിനോട് ബോധിപ്പിക്കാം, ബന്ധപ്പെട്ട അധികാരികളെ ബോധിപ്പിക്കാം. അതിന് നാട്ടുകാരെ എല്ലാവരും കൂടി ചേർന്നുണ്ട്. ഒരാൾ തന്നെ വിചാരിച്ച് നടക്കില്ല. നമുക്ക്
ഒരു പിന്നെ ഒരു നിവേദനം അങ്ങനെ കൊടുത്തുകൊണ്ട് അതിനുള്ള ഒരു പരിഹാരം തേടാൻ വേണ്ടി ഞാൻ അശ്രാന്ത പരിശ്രമം നടത്തും. ഓക്കെ ഓക്കെ, വളരെ നന്ദി. അപ്പോൾ നമ്മൾ 2 ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ മറുപടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 3ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. താങ്കൾ വിജയിച്ചാൽ ഈ വാർഡിൽ ആദ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതി ഏതാണ്? അതായത് നമ്മൾ ആ ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു സ്ഥാനാർത്ഥിയായിട്ട് ഒരു വാർഡിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് ആ വാർഡിനെ കുറിച്ച് വ്യക്തമായ ഒരു പഠനം നമ്മൾ ഏത് സ്ഥാനാർത്ഥിയും നടത്തുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും അവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഏറ്റവും മുന്തിയ പരിഗണനയിൽ എന്താണ് വേണ്ടതെന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവും. അങ്ങനെ ഒരു കാഴ്ചപ്പാട് താങ്കൾക്കുണ്ടോ? അങ്ങനെ ഒരു പദ്ധതി, ഒരു സ്വപ്ന പദ്ധതി താങ്കൾക്കുണ്ടോ ഈ വാർഡിനെ കുറിച്ച്? തീർച്ചയായിട്ടും സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞാൽ, ഞാൻ ജയിച്ചു വന്നാൽ ഈ പഞ്ചായത്തിന്റെ ഒരു മെമ്പറായിട്ട് എനിക്ക് വിജയിച്ച് കയറാൻ സാധിച്ചാൽ, മെമ്പറിനേക്കാളിലും ഉപരിയായിട്ട് ഞാൻ എല്ലാ ആൾക്കാരുടെയും അടുത്ത് ഓടിയെത്തുകയും നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ അങ്ങനെ പ്രവർത്തിച്ചു വന്നത്. ഒരു മെമ്പറാകുമെന്നോ അല്ലെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെന്നോ വിചാരിച്ചൊന്നുമല്ല നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ പോകുന്ന അവസരത്തിൽ എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത്, നമ്മുടെ ഈ വാർഡിൽ ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ അന്വേഷണം നടത്തിയ സന്തോഷനാളിലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരു 20 വർഷത്തിന് മേളിലായിട്ട് ഒരു വാടക വീട്ടിൽ കഴിയുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ. അതായത് 20 വർഷത്തിന് മുകളിലായിട്ട് അവർ മാറി മാറി വാടക വീടുകളിൽ, ഒരാളല്ല പല ആൾക്കാരും ഉണ്ട് നമ്മുടെ ഈ വാർഡിൽ ഈ 6ാം വാർഡിൽ മാത്രം. അതോടൊപ്പം പിന്നെ ടിൻ ഷീറ്റ് കൊണ്ട് പൂർണ്ണമായിട്ടും ടിൻ ഷീറ്റ് മാത്രം ഉപയോഗിച്ച് വേണ്ട വീട്ടിൽ കഴിയുന്ന കുടുംബങ്ങളുണ്ട് നമ്മുടെ വാർഡിൽ. നേരിട്ട് വന്നാൽ ഞാൻ ഇപ്പം വന്നാൽ എന്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർന്ന് വീഴാറായിട്ടുള്ള വീടുകൾ ഒരുപാടുണ്ട്. സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സങ്കടം വരും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വീടില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഞാൻ ശരിക്കും അനുഭവിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്റെ വീട് അതുപോലെ തകർന്ന ഒരവസ്ഥയിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ, സേവാഭാരത് എന്ന വീട്ടിലാണ് ഞാൻ കഴിയുന്നത്. അപ്പോൾ ഒരു വീടില്ലാത്തവന്റെ ബുദ്ധിമുട്ട് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവും. അപ്പോൾ എന്റെ സ്വപ്ന പദ്ധതി, എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, അങ്ങനെയുള്ളവർക്ക് അർഹത ഉണ്ടായിട്ടും, അതായത് ഒരു സെന്റ് ഭൂമി പോലും അവരുടെ സ്വന്തം പേരിലില്ല, എന്നിട്ടും ഈ വർഷങ്ങളായിട്ട് വാടക വീട്ടിലും അതുപോലെ ഈ 5 സെന്റ് സ്ഥലമുള്ളവനാണ് ഈ ടിൻ ഷീറ്റിൽ പണിത വീടുകളിൽ കഴിയുന്നത്, അവർക്കൊക്കെ ഒരു വീട് നേടിക്കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹവും എൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ്. അത് എന്തായാലും അതിനുവേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കുക. അതോടൊപ്പം പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള മനുഷ്യന് അടിയന്തരമായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ കയറി കിടക്കാൻ ഒരു വീടാണ്. പിന്നെയുള്ളത് കുടിവെള്ളമാണ്. ഏകദേശം 25 വർഷത്തിന് മേളിലായിട്ട് നമ്മുടെ മേലേത്തടം വാച്ചോട് ഭാഗത്ത് ഒരു കുളമുണ്ട്. 25 വർഷം മുകളിലായി ആ കുളം നിർമ്മിച്ചിട്ട്. ആ കുളത്തിലുള്ള വെള്ളം ഈ നമ്മുടെ പഞ്ചായത്ത് മുഴുവൻ കൊടുക്കാനുള്ള വെള്ളമുണ്ട്. കൃത്യമായിട്ട് അതിന്റെ രൂപരേഖ തയ്യാറാക്കി ഐഡിയപരമായിട്ട് ചെയ്താൽ എല്ലാ വീട്ടിലും, അത് ഈ പഞ്ചായത്ത് മുഴുവനുള്ള എല്ലാ വീട്ടിലും എത്തിക്കാനുള്ള വെള്ളം ഉണ്ട് അവിടെ. പക്ഷെ അത് ആ രീതിയിൽ അത് കൈകാര്യം ചെയ്യണം. അത് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നുള്ള അത് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി അതിന്റെ സംവിധാനങ്ങളെ കുറിച്ച് പഠിച്ച് ജനങ്ങളെല്ലാം കൂട്ടിക്കൊണ്ട് കൃത്യമായ അറിവുള്ളവരെ എല്ലാം കേട്ടുകൊണ്ട് ആ വെള്ളം കൃത്യമായിട്ട് എങ്ങനെ പണി പൂർത്തിയാക്കി എങ്ങനെ വീടുകളിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ആ കുടിവെള്ള പദ്ധതി കൃത്യമായിട്ടൊന്ന് സെറ്റാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട്. അതോടൊപ്പം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു പഞ്ചായത്ത് മെമ്പറിനെ കൊണ്ട് പറ്റുന്ന പരിധിയിൽ നിന്നുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറയാം, നമുക്ക് വഴിവിളക്കുകൾ ഇല്ലാത്ത മേഖലകളിൽ വഴിവിളക്ക് അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ഉദാഹരണം ഒരു സാംസ്കാരിക നിലയാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാംസ്കാരിക നില, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കഥ തുറന്നിട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ രാഷ്ട്രീയപരമായിട്ടോ മറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള സാംസ്കാരിക നിലയങ്ങൾ അതിനെ പ്രവർത്തനം നിലച്ചു, ശരിക്കും പറഞ്ഞ പ്രവർത്തനം നിലച്ചു. ഇതൊക്കെ ഉയർത്തിക്കൊണ്ട് വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ മൊത്തത്തിൽ നമുക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് എല്ലാവരെയും കേട്ടുകൊണ്ട്, അവരുടെ അഭിപ്രായങ്ങളെ കേട്ടുകൊണ്ട്, ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ അത് രാഷ്ട്രീയ ഭേദമില്ലാതെ, ജാതിമത ഭേദമില്ലാതെ എല്ലാവരും ഒരേ മനസ്സോടെ കണ്ടുകൊണ്ട് ഏതാവശ്യത്തിന് വിളിച്ചാലും, ഏത് സമയത്ത്, ഏത് പാരാത്രിക്ക് വിളിച്ചാലും അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹവും ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം പിന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയാണ് വാഗമണ്ണ് മേഖലയെ സംബന്ധിച്ച് ടൂറിസം മേഖലയിൽ മുൻപന്തി നിൽക്കുന്ന ഒരു മേഖലയാണ് വാഗമണ്ണ്. ആ വാഗമണ്ണിലെ ടൂറിസം പദ്ധതികളെ പിന്നെ നമ്മുടെ ഗ്രാമമായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് അങ്ങനെയുള്ള പദ്ധതികൾ പിന്നെ നമ്മുടെ നാടിന് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി പിന്നെ നമ്മുടെ കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഓക്കെ, വളരെ നന്ദി. താങ്കൾ നമ്മുടെ 3 ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായി തന്നെ മറുപടി തന്ന് നമ്മളോട് സഹകരിച്ചിരിക്കുകയാണ്. ഓക്കെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു. കാരണം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ കൂട്ടിക്കൽ പഞ്ചായത്തിലെ 6ാം വാർഡിൽ, കൊടുങ്ങാവെല്ലിന്ന് ഉൾപ്പെടുന്ന 6ാം വാർഡിൽ നിന്നും NDAയുടെ സാരഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ്. എല്ലാവരും താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചു വിട്ടാൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിക്കും എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്ലാപ്പള്ളിക്കാരനായിട്ടുള്ള പ്രകാശാണ്.
പ്രകാശൻ താമര അടയാളത്തിലാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിനും വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന നമ്മുടെ കുട്ടിക്കലുള്ള ഷീബ ചേച്ചിയാണ്, ഷീബ രാജു അവറുകളാണ് ജില്ലാ പഞ്ചായത്തിൽ മുണ്ടക്കൻ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചിഹ്നം താമരയാണ്. താമര അടയാളത്തിൽ അദ്ദേഹത്തിന് വോട്ടുകൾ രേഖപ്പെടുത്തി ഞങ്ങൾ 3 പേരെയും വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു.